ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തമ്പാനൂരിൽ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനമുണ്ടാകും. 9 മണി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ. ഇപ്പോൾ ഏകദേശം 8:45 അടുക്കുന്നു. ഇനി അല്പസമയം കൂടിയേ ഉള്ളൂ ഉദ്ഘാടനത്തിന്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ഉണ്ടാകും. ഉദ്ഘാടന യാത്ര അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വി ഡി സതീശൻ തമ്പാനൂരിൽ ഉദ്ഘാടനത്തിനായി ഒരുക്കിയ വേദിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി CP ജോൺ അടക്കം ഇപ്പോൾ ആ വേദിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വി അരുണുണ്ട് തമ്പാനൂരിൽ നിന്നും വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. ഇനി ഏതാനും മിനിറ്റുകൾ കൂടി മാത്രമേ ഉദ്ഘാടനത്തിന് ബാക്കിയുള്ളൂ അല്ലേ? സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായി ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തമ്പാനൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അധികം വൈകാതെ തന്നെ അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 9 മണിയോടുകൂടി, ഏകദേശം 9 മണിയോടുകൂടി തന്നെ സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുമെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ഉണ്ടാകും. ഇപ്പോഴിതാ മുഖ്യമന്ത്രി വി ഡി സതീശൻ വേദിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വേദിയിലുണ്ട്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി വി ഡി സതീശൻ വേദിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ഉണ്ടാകും. CP ജോൺ ഇതാ വേദിയിലുണ്ട്. എല്ലാവരും വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, മുഖ്യമന്ത്രി ഇതാ വേദിയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇനി ഉദ്ഘാടനത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തി ആവേശകരമായ സ്വീകരണമാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നൽകിയത്. അദ്ദേഹം സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കും. അതിനുശേഷമാകും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ മുഖ്യമന്ത്രി പ്രിയദർശിനി പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ആ ഫ്ളാഗ് ഓഫിന് ശേഷമാകും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ബസ്സിൽ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക്, ദർബാർ ഹാളിലേക്ക് പോവുക. ഒരിക്കലും ഇപ്പോൾ ആളുകളെയും ഒക്കെ ബസ്സിനുള്ളിലേക്ക് കയറ്റി തുടങ്ങി. ആളുകളൊക്കെ ബസ്സിനുള്ളിൽ കയറുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബസ്സിനുള്ളിൽ സീറ്റ് പിടിക്കുകയാണ്. സ്ത്രീകളുമായി തന്നെയാകും ഈ യാത്ര ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരംഭിക്കുക. ആ ബസ്സിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ചില യാത്രക്കാരാണെന്ന് തോന്നുന്നു. നമുക്ക് അവരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യാത്രക്കാരാണെന്ന് വേണ്ട മനസ്സിലാക്കാൻ. യാത്രക്കാരുമൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ വന്നതാണോ? യാത്ര ചെയ്യാൻ ഞങ്ങള് മത്സ്യക്കച്ചവടം ഉള്ളതാ സാറേ. നിങ്ങൾക്ക് എല്ലാ ബസ്സും ഉണ്ടല്ലോ. മത്സ്യബന്ധന ബസ് ഫ്രീ ആയിട്ടില്ലേ? ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഇന്നത്തെ ബസ്സാ. ഇന്നത്തെ സ്വന്തമായിട്ട് യാത്ര ചെയ്യാമല്ലോ. ആരുടെ സപ്പോർട്ട് വേണ്ടല്ലോ. പൈസ ഇല്ലാതെ യാത്ര ചെയ്യാം. വീട്ടിലെ അരി ഇല്ലെങ്കിലും യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടല്ലോ. അത് മതി. ഏതായാലും മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പൊ യാത്ര ചെയ്യാൻ പോകുന്നു. മുഖ്യമന്ത്രി മുമ്പായി ഞങ്ങള് പിന്നിലുമാട്ട വരിക. മുഖ്യമന്ത്രി മുമ്പിലും ഞങ്ങൾ മത്സ്യക്കച്ചവടക്കാർ പിന്നിലും ഉണ്ട്. അയാള് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് വാക്ക് പാലിച്ച് തന്നു. ഞങ്ങൾക്കത് മറക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യം കിട്ടിയതിന് കോടി നന്ദിയാണ്. മറക്കാൻ പറ്റില്ല. ഞാൻ ചാല മാർക്കറ്റ്, കൊല്ലം മാർക്കറ്റ് എല്ലായിടത്തും പോയി കച്ചവടം ചെയ്യുന്ന ആളാ. പൗളി പൂന്ത്ര. അമ്മ വലതുവശത്തുണ്ട്. സന്തോഷമുണ്ട്.
അനുശ്രീ, അതാണ് പൗളിയ. അവർ മുന്തുറ സ്വദേശിയാണ്. അവർ ഈ മുഖ്യമന്ത്രിക്കൊപ്പം മത്സ്യ കച്ചവടക്കാരിയാണ്. അവർ മുഖ്യമന്ത്രിക്കൊപ്പം ഈ ആദ്യ യാത്ര പങ്കെടുക്കുന്ന ആളുകൾ ഒരാളാണ്. വലിയ പ്രതീക്ഷ, അരിയില്ലെങ്കിലും യാത്ര ചെയ്യാമല്ലോ എന്ന ഒരു പ്രതികരണമാണ് അവർ ഏതായാലും നടത്തിയത്. മുഖ്യമന്ത്രി വാക്ക് പാലിച്ചു. ആ വാക്ക് പാലിച്ച മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യാനാകുന്ന സന്തോഷത്തിലാണ് പൗളിയുള്ളത്. ഇത്തരത്തിൽ ഇത് തന്നെയാണ് സ്ത്രീകളുടെ ഒരു പൊതുവികാരമെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം അവർ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു കാര്യമാണ് സൗജന്യമായ യാത്ര. പണമില്ലാത്തവർക്കും ബസ്സിൽ യാത്ര ചെയ്യാമെന്നുള്ള ഒരു അവസരം കൂടുതൽ യാത്രക്കാരുടെ ഉണ്ട്. എവിടുന്ന് വരുന്ന? ഞങ്ങൾ സിറ്റിയിലുള്ള തന്നെയാണ്. ഞങ്ങൾക്കൊരു പൊതുയോഗ യാത്ര കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികളെയും കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു യാത്ര, ഒരു ഹോസ്പിറ്റലിൽ വന്നിരുന്നാലും നമുക്ക് പൈസ ഇല്ലെങ്കിലും കയറാമെന്നുള്ളൊരു അഭിമാനത്തോടെ ഞങ്ങൾക്ക്. അരുൺ, തുടരുക. ഇപ്പോൾ വേദിയിൽ ഉദ്ഘാടനത്തിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളെയും സ്വാഗതം ചെയ്യുന്നതിനായി കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ, ജനപ്രതിനിധികൾ, KSRTCയിലെ പ്രിയ സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ ആദ്യ യാത്രയിലൂടെ ഭാഗമാകുന്ന എന്റെ പ്രിയ സഹോദരിമാരെയും ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ വലിയ യാത്രകൾ എല്ലാം വിമാനത്താവളത്തിൽ നിന്നോ വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ആരംഭിക്കണമെന്നില്ല. ചില യാത്രകൾ ഒരു സാധാരണ ബസ് സ്റ്റോപ്പിൽ നിന്നും തുടങ്ങും. കയ്യിൽ ഒരു ചെറിയ ബാഗും മനസ്സിലൊരു വലിയ പ്രതീക്ഷയുമായി. അതുകൊണ്ട് തന്നെ ഇന്ന്